ഹലോ, ഇതിപ്പോൾ രാവിലെ 8 മണിയാണ് കേട്ടോ ടൈം വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് വാഷിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിഫറൻസ് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയതിന് ശേഷം ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു ലോഡ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തലേദിവസം വാഷ് ചെയ്തിട്ടുള്ള ഓരോ ക്ലോത്ത്സും ഒന്ന് ഫോൾഡ് ചെയ്തും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങും അതുപോലെ തന്നെ വാഷിങ്ങും മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു റെയിനി സീസണിൽ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ്, ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടതാണ്. കുറച്ച് ഡ്രസ്സൊന്ന് അലക്കാനായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് വാഷ് ചെയ്യാനും അതുപോലെ ഉണക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഏറ്റവും ക്ലട്ടറായിട്ട് വരുന്നത് നമ്മുടെ ക്ലോത്ത്സ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഒരുവിധം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നതാണ്. പിന്നെ ഒന്നാമത് ഈ ഒരു റെയിനി സീസണിൽ പുറത്ത് പോയി വരുന്നവരൊക്കെ ആണെങ്കിലും ആ ഒരു ഡ്രസ്സൊക്കെ എപ്പോഴും നനഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവല്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് നമുക്ക് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനോ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റാറുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ വാഷ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അതുപോലെ മാക്സിമം നമ്മൾ വെയിലൊക്കെ വരുന്ന ആ ഒരു ടൈം നോക്കിയിട്ട് പുറത്തിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. വാഷിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ചെയ്യുന്നവരാണെങ്കിലും പലർക്കും മടുപ്പുള്ളൊരു കാര്യമാണ് ഡ്രസ്സ് കറക്റ്റ് ടൈമിൽ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിങ്ങനെ ഓരോ സ്ഥലത്തും കൂട്ടിയിട്ടിട്ട് ഡിലേ ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുന്നവരാണ് പലരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ടിപ്പാണ്, നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോ മെമ്പേഴ്സിൻ്റെയും ഡ്രസ്സ് ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു സെപ്പറേഷനും ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെയും ഡ്രസ്സിൻ്റെ ഫോൾഡിങ് പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സഡ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഡ്രസ്സും എടുത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെപ്പറേഷൻ ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനോടുള്ളൊരു മടുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ട് ഈ ഒരു ഫോൾഡിങ് ചെയ്യാവുന്നതാണ്. ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വാഷ് ചെയ്യാനിട്ടിട്ടുള്ള ലോഡും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ആ ഒരു സൈഡിൽ വെയിലൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണിൽ കാണുന്ന ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മഴയൊക്കെ വന്നാൽ എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ശ്രദ്ധയിൽ പെടുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ഇതുകൊണ്ട് വിരിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ റെയിനി സീസണിൽ രാവിലെ തന്നെ ഈ ഒരു വാഷിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിൽ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു വെയിലിൽ നമുക്ക് ഈർപ്പൊക്കെ പോകുന്നവരെങ്കിലും നമുക്കതൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കുട്ടികളൊക്കെ പണിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും കൂടെ വേഗം കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കുളിച്ച് റെഡിയായി ഇരിക്കുന്നുണ്ട്. ഇനി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് എടുത്ത് വയ്ക്കുന്നത്. വെക്കേഷനും കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഷെഡ്യൂളൊക്കെ തെറ്റിയിട്ടായിരിക്കും ഉണ്ടാവല്. അവർ ഉറങ്ങുന്നതും എണീക്കുന്നതും അതുപോലെ TV കാണാൻ യൂസ് ചെയ്യുന്ന ടൈം കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ടൈമാണിത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് ഇനി അവർക്ക് ആ ഒരു ഷെഡ്യൂളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തലേ ദിവസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 വീക്ക് ബിഫോറെങ്കിലും അവരെ നേരത്തെ കാലത്ത് എണീപ്പിക്കാനും ആ ഒരു ടൈമിൽ കുളിപ്പിക്കാനും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം സ്കൂളിലേക്ക് ചേർക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഇതൊന്ന് ശീലിപ്പിക്കേണ്ടതാണ്. ആ ഒരു ദിവസം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം സ്കൂളിലേക്ക് ചേർക്കുന്ന ആ ഒരു ടൈമിൽ നേരത്തെ എണീപ്പിച്ചിട്ട് കുളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർക്ക് ആ ഒരു സ്കൂളിലേക്ക് പോകാൻ തന്നെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അതൊരു ശീലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചെറിയ മോളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 4 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് LKGയിലേക്കൊക്കെ പോകുന്നൊരു ടൈമാണ് നെക്സ്റ്റ് വീക്ക് ഇൻഷാല്ലാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതും കൂടെ ഞാനിപ്പോൾ ചെയ്യലുണ്ട്. ഈ ഒരു വീക്ക് ഞാൻ അവളെയും കൂടെ നേരത്തെ എണീപ്പിക്കലും കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ കഴിക്കലുണ്ട്.
അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് മസാലാസാണ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിൽ എടുത്ത് വെച്ചിട്ട് എടുത്താൽ തന്നെ മതിയാകും. ഇപ്പോൾ എനിക്ക് അത് ഡ്രൈ ആക്കാനോ ഇതാക്കാനുള്ള വെയിലൊന്നും നമുക്കിപ്പോൾ കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ല രീതിയിൽ ചൂടാക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ആ ഒരു ചൂടറിയാൻ വേണ്ടിയിട്ട് പാനിൽ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റാപ്പിലൊന്നും യൂസ് ചെയ്യാതെ കൈവച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ജസ്റ്റ് എല്ലാ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് എനിക്ക് തൊടാൻ പാകത്തിനുള്ള ചൂടിൽ അത്രയും ചൂടായി വന്നപ്പോൾ തന്നെ ഞാനത് എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലാസ് ഇങ്ങനെ കൂട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ നാട്ടിൽ പോകുമ്പോൾ അവൾക്ക് വാങ്ങിച്ച കൂട്ടത്തിൽ എനിക്കും കൂടെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതാ ഞാനത് കൈവച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത്. അപ്പോൾ സ്റ്റാപ്പിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് ഓവർ ഹീറ്റ് ആവുന്നത് മനസ്സിലാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂടായതിന് ശേഷം ഞാൻ അത് സെപ്പറേഷൻ ചെയ്തിട്ട് കുറച്ച് മസാലാസ് നമ്മളൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹാഫ് പോർഷൻ അതിൻ്റെ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മസാലാസൊക്കെ ഫുള്ളായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളിത് വീട്ടിൽ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതുപോലെ ചെയ്തെടുത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ ഒരു ഗ്ലാസ് ജാറിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ മിക്സർ ഗ്രൈൻഡറിൻ്റെ ജാറ് നല്ല രീതിയിൽ ഹീറ്റായിട്ടുണ്ടെങ്കിൽ മസാലയും കൂടെ ചെറിയ രീതിയിലൊരു ഹീറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈർപ്പം വരാനും പെട്ടെന്ന് തന്നെ അത് കേടുവരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ജാർസിലേക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിൻ്റെ ഹാഫ് പോർഷനാണ് മസാലയ്ക്ക് എടുത്ത് വയ്ക്കുന്നത്. ബാക്കി പോർഷൻ അതുപോലെ തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മസാലാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ മസാലാസ് ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോഴേക്കും മഴ ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മഴക്കാലത്ത് എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ശരിയായ രീതിയിൽ ക്ലോത്ത്സ് ഒന്നും ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എപ്പോഴും ഒരു വാഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വെയിലുള്ള ടൈം നോക്കിയിട്ട് വലിയ വലിയ ക്ലോത്ത്സൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റൊക്കെ ആണെങ്കിൽ പുറത്തിട്ടിട്ട് തന്നെ കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം എന്താ നമ്മൾ വീണ്ടും കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനാണിത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള റൈസും ഉഴുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നനച്ചും കൂടെ വെക്കുന്നുണ്ട്.
ഉഴുന്നും അരിയും നനയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലാണ്ട് നമുക്ക് ഈ ഒരു ദോശയുടെ ബാറ്ററിൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടും ടേസ്റ്റൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉലുവ ചേർക്കുക എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചേർക്കാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെയുള്ള വൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതല്ലാതെ ആ ഒരു ഏരിയ നമ്മൾ ഇപ്പോൾ വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ അപ്പം തന്നെ വൈപ്പ് ചെയ്തിടേണ്ടതാണ്. ഇതിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു വിൻഡോ സൈഡ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചൊരു ആ ഒരു വെയിൽ വരുന്ന ടൈമാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ഏരിയ എല്ലാം നല്ല ഡ്രൈ ആയിട്ടാണ് കിടക്കലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ലാ നമ്മൾ കിച്ചണിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഈ ഒരു റെയിനി സീസണിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ പാത്രവും കാര്യങ്ങളൊന്നും നമുക്ക് ശരിയായ രീതിയിൽ ഉണങ്ങി കിട്ടാറില്ല. നമ്മൾ ആ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിലും സാധാരണ നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും ആ ഒരു പാത്രം കാര്യങ്ങളെല്ലാം ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ ഇനി നമ്മൾ ഗ്ലാസിൻ്റെ ഐറ്റംസ് എല്ലാം വെറുതെ അതിൽ വെക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഓരോന്നും എടുത്ത് വൈപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കിത് കൗണ്ടർ ടോപ്പിൽ തന്നെ ഒരു ക്ലോത്തൊക്കെ വിരിച്ചതിന് ശേഷം ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. നമുക്കിപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആ ഒരു കൗണ്ടർ ടോപ്പ് ഏരിയ ഫ്രീ ആക്കി ഇടാനും കൂടെ ട്രൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ വേവിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കറിയാക്കി എടുക്കലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഒരു ചെറിയ തോരനും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മൾ സാധാരണ റൈസ് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനായിട്ട് പ്രത്യേകിച്ച് ടൈം കണ്ടെത്തി അതിനായിട്ട് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ റൈസ് കുക്കറിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അരിയിട്ടതിന് ശേഷം നമുക്ക് വേറെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കിച്ചണിലേക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ അത് ചെയ്യണമെന്നില്ല. സാധാരണ നമ്മൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് അവിടെ റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് വന്നിട്ട് കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റീവ് ടൈം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ഫ്രീ ടൈം നമുക്ക് അതിലൂടെ അവൈൽ ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ലഞ്ചും കൂടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പ്രെയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലഞ്ച് കഴിക്കൽ. ഇന്നിപ്പോൾ കഴിച്ചിട്ടാണ് പ്രെയറിന് പോകൽ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ കഴിച്ചതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബാത്റൂംസിൻ്റെ. അപ്പോൾ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെയാണ് നമ്മൾ പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫുൾ നൈറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.